ലോക സമ്പദ് വ്യവസ്ഥയുടെ നാഡീഞരമ്പെന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഭൂപടത്തിൽ നോക്കിയാൽ വെറും ഒരു ജലപാതയാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ മടഞ്ഞാൽ ലോകം മുഴുവൻ ഇരുട്ടിലാകും. ഇതാണ് ഹോർമൂസ് കടലിടുക്ക്. നിലവിലെ ആഗോള സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 2026 യുദ്ധകാലത്ത് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാൽ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എന്താണ് ഹോർമൂസ് കടലിടുക്ക്? ഒമാനും ഇറാനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ ജലപാതയാണിത്. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലായും അറബിക്കടലായും ഇത് ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വീതി 33 കിലോമീറ്റർ മാത്രമാണ്. കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വകയിരുത്തിയിട്ടുള്ള പാതയ്ക്ക് വെറും 3 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ചോക്ക് പോയിന്റ്സുകളിൽ ഒന്നാണിത്. ലോകത്ത് വിൽക്കപ്പെടുന്ന എണ്ണയുടെ 20% ഈ ചെറിയ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഓരോ ദിവസവും ശരാശരി 1.9 മുതൽ 2.1 കോടി ബാരൽ എണ്ണ. പ്രതിദിനം ശരാശരി 50ലധികം ഭീമൻ എണ്ണ കപ്പലുകൾ ഈ വഴി കടന്നു പോകുന്നു. അതായത് ഓരോ 20 മിനിറ്റിലും ഒരു കപ്പൽ എന്ന കണക്കിൽ. ലോകത്തിലെ ഏറ്റവും വലിയ LNG കയറ്റുമതിക്കാരായ ഖത്തറിൽ നിന്നുള്ള വാതകവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഈ വഴിയാണ്. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയവരാണ് ഇതിന്റെ പ്രധാന ഗുണോപഭോക്താക്കൾ. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം ഇതുവഴി വരുന്നു. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, ഇറാഖ്, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ഈ പാതയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഊർജ സുരക്ഷയ്ക്കായി യൂറോപ്പും വലിയ രീതിയിൽ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നു. ഗതാഗതം തടസ്സപ്പെടുത്താതിരിക്കാൻ അമേരിക്കയും മറ്റ് അന്താരാഷ്ട്ര സേനകളും ഇവിടെ സജീവമായ നിരീക്ഷണം നടത്താറുണ്ട്. ഇവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് ഇത്ര പ്രധാനമാകുന്നത്? ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുടെ ജീവനാഡിയാണിത്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ പകുതിയോളം ഈ പാതയിലൂടെയാണ് വരുന്നത്. ഇറാഖ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടന്നു വേണം ഇന്ത്യയിലെത്താൻ. LPGയുടെ 80%, LNGയുടെ 60% ഈ വഴിയിലൂടെയാണ് വരുന്നത്. ഹോർമൂസ് തടസ്സപ്പെട്ടാൽ ഇന്ത്യയിലെ ഇന്ധനവില കുതിച്ചുയരുക മാത്രമല്ല, കടുത്ത ക്ഷാമത്തിനും ഇത് കാരണമാകും. 2026 ഫെബ്രുവരി മുതൽ ഇറാനും ഇസ്രായേലും അമേരിക്കയുമായുള്ള സംഘർഷം കടുത്തിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മരണത്തെ തുടർന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമൂസ് കടലിടുക്ക് ഫലത്തിൽ അടച്ചതായി പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു. പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയിലൂടെയുള്ള യാത്ര നിർത്തിവെച്ചു. ഇൻഷുറൻസ് കമ്പനികൾ വാർ റിസ്ക് കവർ പിൻവലിച്ചത് കപ്പൽ ഗതാഗതത്തെ സ്തംഭിപ്പിച്ചു. ആരാണ് ഹോർമൂസ് നിയന്ത്രിക്കുന്നത്? ഭൂമിശാസ്ത്രപരമായി വടക്ക് ഭാഗം ഇറാനും തെക്കു ഭാഗം ഒമാനുമാണ് നിയന്ത്രിക്കുന്നത്. കപ്പലുകൾ പോകുന്ന പ്രധാന പാത ഒമാന്റെ അതിർത്തിക്കുള്ളിലാണെങ്കിലും ഇറാൻ അവരുടെ നാവിക ശക്തി ഉപയോഗിച്ച് ഈ പാത തടയാൻ ശ്രമിക്കാറുണ്ട്. നിലവിൽ ഇറാൻ ഈ പ്രദേശം പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെടുന്നു. ഈ വഴിയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പ്രത്യേക ടോൾ നൽകേണ്ടതില്ലെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ ചിലവുകൾ കുത്തനെ കൂടി. ഓരോ കണ്ടെയ്നറിനും $1800 മുതൽ $3800 വരെ അധിക ചാർജ് ഈടാക്കുന്നു. യുദ്ധഭീതി കാരണം ഇൻഷുറൻസ് തുക 50%-ലധികം വർദ്ധിച്ചു. സാധാരണ നിലയിൽ ഏറ്റവും കുറഞ്ഞ ദൂരവും കുറഞ്ഞ ചിലവുമുള്ള പാതയാണിത്. എന്നാൽ ഇപ്പോൾ റിസ്ക് കൂടുമ്പോൾ കമ്പനികൾക്ക് ലാഭം കുറയുകയും ഉപഭോക്താക്കൾക്ക് വില കൂടുകയും ചെയ്യുന്നു. ഹോർമൂസ് അടച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പേർഷ്യൻ ഗൾഫിൽ നിന്നും റെഡ് സീയിലേക്ക് എണ്ണ എത്തിക്കാം. പക്ഷെ ഇതിന് പരിമിതമായ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ആഫ്രിക്കയിലുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള യാത്ര. ഈ യാത്രയ്ക്ക് 10 മുതൽ 15 ദിവസം വരെ അധികം എടുക്കും. ചിലവും വളരെ കൂടുതലാണ്. ഹോർമൂസ് പ്രതിസന്ധിയിൽ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഈ കടലിടുക്ക് വഴി വരണമെന്നില്ല. ചുരുക്കത്തിൽ ലോകത്തിന്റെ അടുക്കള പുകയണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണം. സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്വാധീനമുള്ള മറ്റൊരു ജലപാത ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.